ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൈലാസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതിന് ശേഷം കൈലാസ് മഞ്ജിമയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഉൾവിളി വന്നു, ഞാൻ പഴനിക്ക് പോവാന്ന്. ഈ ഇത് എന്നിട്ട് മഞ്ജിമ സ്വപ്നവല്ലിയോട് പറഞ്ഞിട്ട് ആകെ കരച്ചിലും പറച്ചിലും വരുന്നേ. ഒന്ന് പറയുക പോലും ചെയ്യാതെ പോയില്ല, ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോകണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് സ്വപ്നവല്ലിയാണെങ്കിൽ രാമനാഥനോട് ഇത് ചെന്ന് പറയുകയാണ്, ഇങ്ങനെ കൈലാസ് പോയി, അവന് ഉൾവിളി വന്നു. മഞ്ജിമയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. അവനെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട് എന്ന് നമ്മുടെ രാമനാഥൻ ഇങ്ങനെ ചിന്തിക്കുക. രാമ മണ്ടത്തിന് പറയല്ലേ, ഉൾവിളി വന്നാൽ അടക്കി നിർത്താൻ പറ്റുമോ? അപ്പോഴാണ് നമ്മുടെ ഇഷിത കയറി വന്ന് ഇത് കേട്ടുകൊണ്ട് കയറി വരുന്നത്. ആർക്കാച്ചാ ഉൾവിളി വന്നത്? അത് കൈലാസ് ഉൾവിളി വന്ന് തീർത്ഥാടനത്തിന് പോയിന്ന്. തീർത്ഥാടനത്തിനൊന്നും പോകേണ്ടി വരില്ല, ജയിലിലേക്കായിരിക്കും പോകേണ്ടി വരുന്നത്. ധിക്കാരം പറയുന്നോ, ദൈവകൽപ്പനയാണോ നീ പരിഹസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു നമ്മുടെ സ്വപ്നവല്ലി. നീ അനുഭവിക്കും. അതെ, ദൈവകൽപ്പനയൊന്നും ആരും പരിഹസിക്കില്ല. പക്ഷേ അമ്മയുടെ മരുമകൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പോലീസേ 4 പാടും വല വിരിച്ചിരിക്കുക. എന്താ മോളെ കാര്യം എന്ന് രാമനാഥൻ ചോദിച്ചപ്പം നടന്ന കാര്യങ്ങൾ പറയുകയാണ്. പെൺഭാണിപ്പം മുതൽ മയക്കുമരുന്ന് ബിസിനസ് വരെ തീർത്ഥമായിട്ട് കൊടുക്കുന്നത് മാരകമായ ലഹരി വസ്തുവായിരുന്നു. സിദ്ധനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഇഷിതയെ തല്ലാനായിട്ട് കൈ ഉയർത്തിയതാണ്. പക്ഷെ രാമനാഥൻ തടഞ്ഞു. തൊട്ടുപോകരുത് അവൾ കള്ളം പറയില്ല. ഇവൾക്ക് ചൊരുക്കാണ് രാമ. ഇവളുടെ അനിയത്തിയുടെ ചൊവ്വാദോഷമുള്ള ജാതകം ചേരില്ല എന്ന് അവൻ പറഞ്ഞതിനുള്ള വാശിക്ക് പറയുന്ന ഇവള്. ഇല്ല, ഇഷിത കള്ളം പറയില്ല. മോള് സത്യം പറ. ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന മയക്കുമരുന്ന് രഹസ്യ അറകളിൽ നിന്നും കണ്ടെടുത്തു. കൈലാസെ പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് എന്താ വിശ്വാസം വന്നില്ലേ? മഹാസിദ്ധൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കൂടുതൽ അറിയണമെങ്കിലേ ഞാൻ കാണിച്ചു തരാം. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. രാമ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വപ്നവല്ലി അപ്പോഴേക്കും ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛനെ പറ്റിക്കാനായിട്ട് പളനിക്ക് പോയത് മുതൽ സുചിത്രയുടെ വിവാഹം മുടക്കിയ കാര്യങ്ങൾ വരെ ഇവൻ പുള്ളി തെറ്റാതെ പറയുന്ന വീഡിയോ. ആകെ സങ്കടപ്പെട്ട് നമ്മുടെ സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കുക. എന്തായാലും തൻ്റെ മകളുടെ ഭർത്താവ് ഇത്തരക്കാരനാണ് എന്നങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. എത്രയോ കാലമായിട്ട് അച്ഛൻ പളനിക്ക് പോകുന്നതാ. അച്ഛന് വല്ല ഉൾവിളി ഉണ്ടായോ? അതെ, വീണ്ടും ഇവിടേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ടാണ് അയാൾ പളനിക്ക് വന്നത്. അവൻ എന്നെയും പറ്റിച്ചല്ല മോനെ. ചതി അതൊന്നുമല്ല, ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. കൈലാസിനെ കണ്ട് ആളുകൾ കൈകാര്യം ചെയ്ത് ഇനി പോലീസിനെ ഏൽപ്പിച്ചോളൂ. അമ്മ പേടിക്കേണ്ട, കൈലാസേ ഈ ജന്മം പുറത്തിറങ്ങത്തില്ല. 1, 2 അല്ല കേസ്. എന്നെയും മഹേഷിനെയും ചേർത്തൊരു വീഡിയോ വന്നപ്പം അമ്മ ഇവിടെ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി. കുടുംബത്തിൻ്റെ മാനം പോയി എന്ന് വരെ പറഞ്ഞു. അതിൻ്റെ തിരിച്ചടിയായിട്ടേ ഇതിനെ കണ്ടാൽ മതി. അല്ല, അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? അമ്മയുടെ മരുമകൻ്റെ ലീലാവിലാസങ്ങളാണ് ഇപ്പം ജനങ്ങളുടെ ചർച്ചാ വിഷയം. ഞങ്ങളുടെ വീഡിയോക്കാളും 10 ഇരട്ടി റീച്ചുണ്ടേ ഇതിനെ. തഞ്ചാവൂർ ഭാവനയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. സ്വപ്നവല്ലിയാണെങ്കിൽ കാറിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഇഷിത പറഞ്ഞു, അച്ഛാ ഞങ്ങളിത് പ്രതീക്ഷിച്ചതാ. കൈലാസിന് മാത്രം ഒരു മാറ്റവും വരില്ല. കൈലാസ് ഇനി പൊങ്ങുന്നത് മറ്റൊരു പേരിൽ മറ്റൊരു സ്ഥലത്തായിരിക്കും. അനുഭവിക്കാൻ അവിടെയും കുറേ നിരപരാധികളുണ്ടാകും. അല്ലാതൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അങ്ങ് പോയി. അവനെ ഈ വീടിൻ്റെ പടി ഇനി ഞാൻ കയറ്റില്ല എന്ന് രാമനാഥൻ തീരുമാനിച്ചു. എന്തായാലും നമ്മുടെ പ്രഫുമാഷിനോടും പ്രിയാമണിയോടും സുചിത്ര ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അല്ല, സ്വപ്നവല്ലിയും വീട്ടുകാരൊക്കെ വിശ്വസിച്ചത് സ്വാഭാവികം എന്ന് പറയാം. അല്ല, ഇവിടെ 2 ആൾക്കാരുണ്ടായിരുന്നല്ലോ. കള്ളക്കൈലാസ് മഹാസിദ്ധനാന്നും പറഞ്ഞ് നടന്ന 2 ആൾക്കാർ. പ്രിയമണിയെയും പ്രഭുമാഷിനെയും എടുത്തിട്ട് കൊടയാണ് നമ്മുടെ സുചിത്ര. ഈശ്വര കടാക്ഷം ഉണ്ടാവും അവന്. ദുഷ്ടനും അബദ്ധ സഞ്ചാരികളും ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞില്ലേ മാഷേ എന്ന് നമ്മുടെ സുചിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ജോത്സ്യനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ഒരേ ഗ്രഹനില. എന്തായാലും അവൻ ഇത്ര വലിയ ഫ്രോഡാണെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ. അല്ല, അവനെ വൈദവ്യ യോഗം വരുന്നൊരു ഗ്രഹനില ആർക്കോ പൈസ കൊടുത്ത് അയാൾ തട്ടിക്കൂട്ടി തന്ന് കൈലാസം സമ്മതിച്ചേ. എന്തായാലും എല്ലാം തിരിച്ചറിയാൻ വൈകിപ്പോയി. ആശു വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഗ്രഹനില ഞങ്ങൾ ശ്രദ്ധിച്ചത്. എന്തായാലും നിങ്ങളുടെ ധൈര്യം അപാരം. 3 പേരുടെ കൈലാസിനെ കൈകാര്യം ചെയ്തില്ലേ? പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആരാ ഞങ്ങളോട് ചെയ്തതിന് കടം തീർക്കുന്നത്? എന്തായാലും ശരിയാ. എന്തായാലും മനസ്സിനിയുടെ മുമ്പിൽ ഇഷിതയെ ശത്രുവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ലയയോട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇഷിതയെ കുറ്റം പറഞ്ഞ് നടന്ന മനസ്സിനിക്ക് ഇനി എന്ത് വേണം? എന്തായാലും അഷിതയല്ലേ അതിനൊക്കെ അനുഭവിച്ചത്. പിന്നെ നിൻ്റെ ജീവിതവും തകർത്തു. പിന്നെ ഇഷിത നിങ്ങളല്ലാതെ പിന്നെ ആരാ അവനോട് പകരം ചോദിക്കേണ്ടത്?
അവന് ഓരോരുത്തരെ ബുക്ക് ചെയ്യില്ലേ, അവനെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഇവൻ ഏജൻറ്റിനെ വിളിച്ച് ഇവൻ ഏജൻറ്റിനെ വിട്ട് ഈ ആൾക്കാരെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ഈ പ്രവചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവന് ബുദ്ധിയില്ലായ്കയൊന്നുമില്ല. എന്തായാലും രക്ഷപ്പെട്ട കൈലാസിനെ പിടികൂടാനൊന്നും പോലീസിന് പറ്റത്തില്ല. അവൻ്റെ പിന്നിലെ ബലപ്പെട്ട ആളുകളുണ്ട്, അവർ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ നാട്ടിൽ അവൻ കാലുകുത്തത്തില്ല എന്ന് പ്രഭുമാഷ് പറഞ്ഞു. എന്തായാലും ദൈവത്തെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഇനി ഒരിക്കലും ദൈവത്തെ പറ്റിച്ച അവന് ജീവിക്കാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായി കാണും എന്ന് പ്രിയാമണി പറഞ്ഞു. എന്തായാലും സ്വപ്നവല്ലിക്കിന് നിൻ്റെ പേരിൽ ഒരു കുറ്റവും കാണത്തില്ല. ഒരു തടസ്സവും കൂടാതെ വിവാഹം നടക്കും. അപ്പോഴേക്കും നമ്മുടെ സുചിത്ര പറഞ്ഞു, അതെ ഇനി ധൃതി പിടിച്ചിട്ട് ഒരു പരിപാടിക്കും പോകണ്ട. സ്വപ്നവല്ലി പലവട്ടം തള്ളി പറഞ്ഞവളാണ് ഞാൻ. ഇനി അവർ തന്നെ വന്ന് ഈ കല്യാണം ആലോചിക്കണം, അവർക്ക് തോന്നണം എന്നെ വേണമെന്ന്. അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ മതി ഈ കല്യാണം എന്ന തീരുമാനം സുചിത്ര എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുചിത്ര പറയുന്നതും ശരി തന്നെയാണ്. സ്വപ്നവല്ലിയുടെ അഹങ്കാരം തീർന്നു കിട്ടിയെന്ന സന്തോഷത്തിലാണ് നമ്മുടെ പ്രിയമണി. എൻ്റെ സ്വഭാവം വെച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് രണ്ടെണ്ണം പറയേണ്ടതാ. എത്ര അടക്കം പിടിച്ചിട്ട് മനസ്സം കൊണ്ട് അടങ്ങുന്നില്ല. പ്രിയാമണി അങ്ങോട്ട് പോവരുത്, ശവത്തിക്കുത്തി രസിക്കുന്ന സംസ്കാരം നമുക്കില്ലല്ലോ. എന്നാലും മാഷെ ഇഞ്ചി കടിച്ച കോരങ്ങിനെ പോലെ സ്വപ്നവല്ലി അങ്ങ് ഇരിക്കുന്നത് കാണാനായിട്ട് എനിക്കിങ്ങോട്ട് കൊതി തോന്നുക. എന്തായാലും പുറത്ത് വെച്ചെങ്കിലും സ്വപ്നം എൻ്റെ മുന്നിൽ വന്ന് ചാടുമല്ലോ. നന്നായിട്ടൊന്ന് അലക്കിയേ ഞാൻ വിടുകയുള്ളൂ, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പെണ്ണുങ്ങളുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷും. ഇതേസമയം മാധവിൻ്റെ വീട്ടിൽ മനസ്സിനിയും ഈശ്വരും ഉണ്ട്, ലയയും ഉണ്ട്, അതുപോലെ അശ്വതിയും ഉണ്ട്. മാധവും അശ്വതിയും ഇപ്പോൾ ജയിച്ച് നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ്. കാരണം കൈലാസ് കൊള്ളില്ല, അല്ലെങ്കിൽ കൈലാസ് ദുഷ്ടനാണെന്നൊക്കെ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള ആസാമിമാരെ കാണാൻ പോകരുതെന്നൊക്കെ മാധവും അശ്വതിയും കൂടി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ പോയ ആൾക്കാരാണ് ലയയും മനസ്സിനിയും. എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. സ്വാമി കൈലാസ് അവതാര പൂർത്തിയായിട്ടേ എങ്ങോ മറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയുള്ള അവതാരം എന്താണെന്നറിയാതെ ശിഷ്യർ കാത്തു നിൽക്കുകയാണ്. ശിഷ്യഗണങ്ങളും ഭക്തരും ഒക്കെ കാത്തു നിൽക്കുക എന്നൊക്കെ കളിയാക്കി പറയുകയാണ്. ലയോട് ചോദിച്ചു, നീ വീഡിയോ കണ്ടായിരുന്നോ? വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ. അഷിത പുഞ്ചിരിയോടെ കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. നീയേ പരിഹാസം ഒന്ന് നിർത്തിക്കേ, മാത്രമല്ലല്ലോ നൂറുകണക്കിന് ആൾക്കാർ അവിടെ പോയിട്ടില്ലേ എന്ന് മനസ്സിന് ചോദിച്ചപ്പം ഇത് പരിഹാസമല്ല, മനുഷ്യനായ കുറച്ചെങ്കിലും തിരിച്ചറിവ് വേണം, അത്ര എനിക്ക് പറയാനുള്ളത്. നമുക്കിഷ്ടമില്ലാത്തവരെല്ലാം നമ്മുടെ ശത്രുക്കളായി കാണുമ്പോഴാണ് ഇത്തരക്കാരുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നത്. അതിന് ഞാനല്ലല്ലോ, ഈശ്വരേട്ടൻ പറഞ്ഞിട്ടല്ലേ. ഈശ്വർ പറഞ്ഞ എൻ്റെ തലയിലൊന്നും വെക്കണ്ട, ഞാൻ കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും മാധവി ചോദിച്ചു, കണ്ടോ എല്ലാവരും കൈ കഴുകി, അവസാനം നീ മാത്രമല്ലേ ഉള്ളൂ ലയ. അവസാനം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. എരിവ് കയറ്റിവിടാനേ പലരും ഉണ്ടാവും, നീ അത് മനസ്സിൽ വെച്ചോ എന്ന് ലയയോട് മാധവ് പറയുകയാണ്. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, ഇഷ്ടിയുടെ ഒരു വീഡിയോ വൈറലായെന്നും പറഞ്ഞ് ഇവിടെ എന്ത് പ്രഹസനമായിരുന്നു. അതെ, ടയറ് മാറിയിടാൻ നേരത്ത് കായി ചതഞ്ഞിട്ടാണ് മഹേഷ് കാറിനുള്ളിൽ കയറിയത്. അതൊന്നും മനസ്സിലാക്കാതെ അതെല്ലാവരും ആഘോഷിച്ചു. കിട്ടിയ അവസരത്തിന് നീ നിൻ്റെ അനിയത്തി വെള്ളപൂച്ചാൻ നിൽക്കല്ലേ, അവൾ ചെയ്തൊന്നും ഈ മനസ്സിന് മറക്കില്ല എന്ന് മനസ്സിന് പറഞ്ഞപ്പം, മറക്കരുത്, കൈലാസിൻ്റെ കള്ളക്കളി അവൾ പൊളിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് മരുമകളെ തിരിച്ചു കിട്ടിയതെന്നും കൂടെ അമ്മ ഓർത്ത് വെച്ചേക്കണം. മറക്കരുത് അമ്മ അത്. കൈലാസിൻ്റെ പ്രസാദം തീർത്തു വയ്ക്കേ മയക്കുമരുന്ന് കലർത്തിയതാണെന്നേ ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ എന്നൊക്കെ ഈ അശ്വതി ഇങ്ങനെ ചോദിക്കുക. ഓഹോ, അപ്പോൾ ലഹരി വസ്തുക്കളാണോ ഇവർക്കും കൊടുത്തത്? അതല്ലേ സ്വാമിയുടെ ദർശനത്തിനായി ഇവർ ഓടാൻ വേണ്ടി തുടങ്ങിയത് എന്നും മാധവ് ഇങ്ങനെ പറഞ്ഞപ്പം, അമ്മയും മരുമകളെയും വല്ല ഡി അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടുവേണ്ടി വന്നേനെ മിക്കവാറും എന്ന് മാധവ് പറയുകയാണ്. എന്തായാലും അശ്വതിയും കളിയാക്കി ചിരിക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ അവിടെ പോയത്, പരിഹസിക്കുന്നവർക്കും കേട്ട് ചിരിക്കുന്നവർക്കും എൻ്റെ വേദന മനസ്സിലാവില്ല എന്ന് ലയ പറഞ്ഞപ്പോഴേക്കും, അതെ ഈ പരിഹാസം ഇവിടെ വെച്ച് നിർത്തിക്കോണം, ലയ അവിടെ പോകാൻ കാരണം ഞാൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് മനസ്സിന് പറയുകയാണ്. ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു ഡോക്ടർ കാണാനാണ് നമ്മൾ വന്നത്, നീ എൻ്റെ കൂടെ ഡോക്ടർ കാണാനായിട്ട് വരണം. ഏറ്റവും നല്ല ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നമ്മൾ പോകും, ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും എന്ന് മാധവ് പറഞ്ഞു കേട്ടോ. അവളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവൾക്കൊരു തകരാറുമില്ലല്ലോ, ഭാഗ്യം തുടച്ചില്ല. അതെ അമ്മേ, ഇതൊക്കെ ദൈവശിക്ഷയാണ്, നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായില്ല എന്ന് വേണമെങ്കിൽ അമ്മ ഭാവിച്ചോളൂ. എന്നിട്ട് മാധവ് പതുക്കെ അശ്വതിയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു കേട്ടോ. കാരണം ഇഷിതയെ തള്ളിപ്പറഞ്ഞതിൻ്റെ ഫലമല്ലേ.
അതേ സമയത്ത് മാധവ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും അഷിത പറഞ്ഞു, ഇഷിതയുടെ ട്രീറ്റ്മെൻറ്റ് വിജയത്തിലെത്തുമെന്ന് ആ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. രണ്ടു പേർക്കും, ലയയ്ക്കും ഇഷിതയ്ക്കും ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കട്ടെ, അതാ എൻ്റെ പ്രാർത്ഥന. അപ്പം മനസ്സിന് പറഞ്ഞു, നിൻ്റെ അനിയത്തിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് എഴി? അവളുടെ ഒരു പ്രാർത്ഥന, ഈ ജന്മം നിൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. ലയ പ്രസവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അയ്യോ, അവളുടെ അനിയത്തിയെ തള്ളാൻ വന്നിരിക്കുന്നു. നിൻ്റെ പേര് കേട്ടാൽ എനിക്ക് കലി വരും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേശ്വരി ചോദിച്ചു, നിനക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? എന്തു പറഞ്ഞാലും ഒരു ഇഷിത എന്ന് മഹേശ്വരൻ. അതെ, എനിക്ക് അവൾ തന്നെയാണ് വലുത്. അതെ, ഇനി അവളെ ചവിട്ടി ഇറക്കാൻ ഒരു യോഗ്യതയും നിങ്ങളുടെ ആളുകൾക്കില്ല. അവൾ രംഗത്ത് വന്നില്ലായിരുന്നെങ്കിലേ കൈലാസ് ലയം കൊണ്ടേ സ്ഥലം വിട്ടാനെ എന്നും പറഞ്ഞുകൊണ്ട് അശ്വതി അങ്ങ് പോവാണ് ഈശ്വരൻ്റെ മുന്നിൽ നിന്ന്. നമ്മുടെ ആകാശാണ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, കൈലാസിനെ പൊക്കിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. മന്ത്രി അൻസാരി വിളിച്ചിട്ടാണ് വിവരം പറയുന്നത്. മന്ത്രി വിളിച്ചിട്ട്, ഹലോ, ജീവനോടെ ഉണ്ടോ ആകാശേ? നീ വിളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, അതുണ്ടായില്ല. എനിക്കറിയാം നീ ഒളിച്ചിരിക്കുമായിരിക്കുന്നു, പക്ഷേ എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ സാറേ കാര്യം? എനിക്ക് മനസ്സിലായില്ല. ഓഹോ, അപ്പം താൻ വിവരമൊന്നും അറിഞ്ഞില്ല അല്ലേ? അതോ അഭിനയമാണോ? അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നിൻ്റെ ആ കള്ളസ്വാമി എവിടെ? നീ അവനെ എവിടെ താഴ്ത്തി? സാർ, ഞാൻ അറിഞ്ഞില്ല. കൈലാസ് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചോ? അവൻ്റെ ഉടായ്പ് നാട്ടുകാരും പെണ്ണുങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട്. നീയേ കാണ്. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ആകാശ്. ഇതുവരെ എന്തായാലും അവൻ കാണിച്ച സകല പരിപാടികളും അവൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. നിൻ്റെ ഭാഗ്യത്തിന് അവൻ നിൻ്റെ പേര് പറഞ്ഞില്ല. മഹേഷിൻ്റെ ഭാര്യയും സംഘവുമാണ് ആശ്രമം പൂട്ടിച്ചത്. വിനോദിൻ്റെ കല്യാണം മുടക്കിയ കാര്യമൊക്കെ അവനെ ഏറ്റു പറഞ്ഞു. അവന് ഒരു സിദ്ധിയില്ലെന്ന് അവൻ തൊഴുതു പറഞ്ഞിട്ടുണ്ട്. പോലീസേ ആശ്രമം പൂട്ടി സീലും വെച്ചു. ലക്ഷങ്ങൾ വിലയുള്ള മയക്കുമരുന്നാണ് പോലീസ് അവിടെ നിന്ന് കണ്ടെടുത്തതും. ഈ ജന്മം അവന് ഊരിപ്പോകാൻ പറ്റില്ല. സ്വാമിയുടെ ദിവ്യതീർത്ഥം മയക്കുമരുന്ന. എന്നിട്ട് കൈലാസ് പോലീസ് കസ്റ്റഡിയിലാണോ? അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട് പോയി എന്ന് ആർക്കറിയാം? കൈലാസ് പോലീസിൽ പെട്ട അവൻ നിൻ്റെ പേര് പറയും, നീ കൂട്ടാളിയാകും, നിൻ്റെ ജന്മം തീരും. അയ്യോ സാറേ, അവൻ്റെ കോള് വന്നാൽ നീ എടുക്കരുത്. നമ്പർ മാറി കോള് വന്നാൽ ആരാ എന്താ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തോ. എന്നാൽ ശരി. എടാ ആകാശ് മോനോനെ, ഇതൊരു കളിയാ. അന്ന് നീ എന്താ പറഞ്ഞത്? കാര്യം നടന്നാൽ മതിയാന്ന്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. എന്നും പറഞ്ഞുകൊണ്ട് അൻസാരി മുന്നറിയിപ്പ് കൊടുക്കുക. ഇനി വിനോദിനെ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ എന്ത് തടസ്സമുള്ളത്? വീട്ടുകാർ ചേർന്ന് ആഘോഷമായി അവരുടെ വിവാഹം നടത്തും. ക്ഷണിച്ചാൽ പോയി സദ്യ ഉണ്ടാം, അത്ര തന്നെ. എന്തുവാടാ വായി നാവില്ലേ? അത് സാർ സോറി, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ തന്നെ കളി തുടങ്ങാം. അത് ഇതുപോലെയുള്ള ചീപ്പ് കളിയൊന്നും ആയിരിക്കില്ല. ഇടഞ്ഞ കൊമ്പനവൻ. കളി മസ്തകത്തിനിട്ട് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് അൻസാരി കോഡ് കട്ട് ചെയ്തു. ആകാശാണെങ്കിൽ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്തായാലും വിനോദ് മാളിക്കലിനെ വളർത്തിയ അൻസാരിദാസ് തന്നെ അവൻ്റെ ഉച്ചിയിൽ കാലുവെക്കാൻ തുടക്കം കുറിക്കുകയാണ്. വിനോദ് മാളിക്കൽ ഇനി വേണ്ട എന്ന തീരുമാനത്തോടു കൂടിയിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത തുണിയൊക്കെ മടക്കുകയാണ് കേട്ടോ. മഹേഷ് അരികിൽ ഇതെന്തോ ഫയൽ നോക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ഈ ഡ്രസ്സാണ് ചിപ്പിമോൾ അന്വേഷിക്കുന്നത്. അത് തൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ പെട്ടുപോയതായിരിക്കും. അവൾ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ ആ ഡ്രസ്സ് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് മഹേഷ് ചോദിച്ചു, താനൊരു കുഞ്ഞിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിലല്ലായിരുന്നോ? അതെന്തായി? ചോദ്യം പെട്ടെന്ന് കേട്ടപ്പോഴേക്കും ഇഷിത അന്തം വിട്ടുപോയി. മഹേഷ് എന്താ ഇപ്പം അത് ചോദിച്ചത്? അല്ല, മറ്റൊന്നും ചിന്തിച്ചല്ല, ട്രീറ്റ്മെൻറ്റ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. അല്ല, മഹേഷിൻ്റെ ആ ചോദ്യം കൗതുകത്തിന് വേണ്ടി ആയിരിക്കും. അല്ല, എന്ത് പ്രസക്തി അതിനുള്ളത്? എടോ, താൻ തെറ്റിദ്ധരിക്കാതെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്ത് തെറ്റിദ്ധാരണയാണ് മഹേഷ് ഉള്ളത്? എനിക്ക് എന്തെങ്കിലും രോഗമാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഇതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ? ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലമായി എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ മഹേഷ് എന്ത് പറയും? മഹേഷ്, ഈശ്വര, ഇത് വള്ളേ കയറി പിടിച്ചതുപോലെ ആയല്ലോ എന്ന് ഓർക്കുക കേട്ടോ. ഏത് നേരത്താണോ എനിക്കിങ്ങനെ ചോദിക്കാൻ തോന്നിയത്? മഹേഷ് എന്താ ഒന്നും മിണ്ടാത്തത്? പെട്ടെന്ന് എന്താ മൗനിയായത്? ഡോക്ടർ പറഞ്ഞത് ഒരമ്മയാകാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നാ. അടുത്ത സ്റ്റെപ്പ് എന്താ മഹേഷ്? ഈശ്വര, ഇതിവിടം കൊണ്ട് തീരില്ലല്ലോ. എന്നിട്ടും ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? കുഞ്ഞുണ്ടാവാൻ ട്രീറ്റ്മെൻറ്റ് നടത്താം, പക്ഷേ പ്രഗ്നൻ്റ് ആവാൻ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല എന്നറിയാതെയാണോ ഈ ചോദ്യം ചോദിച്ചത്? ഈ ചോദ്യം കേട്ട് മഹേഷ് ഒന്ന് ഞെട്ടിട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.